ഹെഡ് ഫുള്ള് പോയി. VVA റോക്രാം തൊട്ട് A to Z പോയി. ക്രാങ്ക് പോയി, എഞ്ചിൻ ഓയിൽ കറക്റ്റ് ഇല്ലാതെ ഓടി, മാഗ്നറ്റ് സൈഡ് കോയില്, മാഗ്നറ്റ് റോട്ടർ ക്രാങ്കിൽ ഓവർ ഹീറ്റായി സ്റ്റക്കായി പോയി. റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അടിച്ച് പൊട്ടിച്ചാണ് എടുത്തത്. കേസിന് ഡാമേജ് ആവാതെ വരാമെന്നുണ്ട്. ക്രാങ്ക് ഉൾപ്പെടെ മാറേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. സോ ഇന്ന് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വണ്ടികൾ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഈ ബൈക്സിനൊക്കെ എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാം അവനോട്. അപ്പോൾ ബ്രോ, ഈ ഒരു ഹോണ്ട ഹൈനസ് അതിനെന്തായിരുന്നു ഇഷ്യൂ? അത് സ്പെയർ പാർട്സിൻ്റെ പ്രശ്നമാണ്. ഷോറൂമിൽ നിന്ന് അവർ സ്പെയർ പുറത്ത് കൊടുക്കത്തില്ല. അപ്പം അതിന് ഞാൻ വേറെ പുറത്തുനിന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കിട്ടുന്നവരെ ആ വണ്ടി ഇങ്ങനെ ഇരിക്കും. വേറെ ഒന്നുമില്ല, ഒരു ഹാൻഡിൽ ബ്രിഡ്ജ് പൊട്ടിപ്പോയതാണ്. അപ്പം അവിടെ സ്റ്റോക്കുണ്ട്, അവർ പുറത്ത് കൊടുക്കത്തില്ല. വെളിയിൽ പണിഞ്ഞത് കൊണ്ടായതുകൊണ്ട് അവർ ഷോറൂമിൽ അവർ പണിയത്തുമില്ല എന്നൊക്കെ പറയുന്നത്. എത്രത്തോളം ശരിയാണെന്ന് ഇനി അറിയാൻ വയ്യ. വേറൊന്നുമില്ല, ആ ബ്രിഡ്ജ് മാറി കഴിഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോകാം. ബാക്കി വേറെ എല്ലാം സോൾവ് ചെയ്ത് വെച്ചേക്കുക. ഈ V4-ൻ്റെത് വർക്ക് കഴിഞ്ഞിരിക്കുന്നതാണ്, കസ്റ്റമർ ഒന്നും എടുക്കുന്നില്ല. എക്സ്പൾസ് റീസെൻ്റായിട്ട് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഫ്രണ്ട് വീലിന് കോട്ടം പിടിക്കാൻ കൊടുക്കണം. ഹാൻഡിൽ ബാർ മാറുമ്പോഴത്തേക്ക് ഓക്കെ, എല്ലാ വർക്കും കഴിയും. പക്ഷേ അതിന് ഒരു വട്ടം കൂടെ കൊണ്ടുവരും. അതിന് 4 വീലോട്ട് കൺവേർട്ട് ചെയ്യണം ആ വണ്ടി. പിന്നെ ഈ കാണുന്ന ബ്ലാക്ക് V3 എഞ്ചിൻ മണിയാണ്. അതൊരു 60 രൂപയുടെ ഒരു പാർട്സ് മാറാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 45,000 രൂപയോളം പൊട്ടുന്നത്. ക്ലച്ച് കവറിൽ ഒരു ഓയിൽ സീൽ വരും. ഇതൊരു 1.5 lakhs കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. ഒരു 1.5 lakhs കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പം ഒരു 50,000, 70,000, 80,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ പോലും കമ്പൽസറി ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഓയിൽ സീലുകളെല്ലാം മാറ്റി വിടുക. ഹെഡ് ഡീകാർബണേഷൻ കൂടെ ചെയ്ത് വിടുന്നതാണ് നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ആ കാണുന്ന V4 അതിന് കുറച്ചൊരു 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിൽ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് തീർത്ത് വെച്ചു. റൈറ്റ് സൈഡ് ഫെയറിങ് മാത്രം കിട്ടിയില്ല. പുള്ളിക്കിനി ബ്രാക്ക് പാഡ് ഒരു 1000 കിലോമീറ്ററും കൂടെ 1500 കൂടെ ഓടിയിട്ട് മാറിയാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ആ ടൈമിലത്തേക്ക് ഫെയറിങ് കൂടെ അറേഞ്ച് ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഫെയറിങ് ഇപ്പോൾ പെൻഡിങ് ഇട്ടേക്കണം. കിച്ചർ പുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ബോഡി പാർട്സ് അല്ല, അല്ലാതെ വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡും ഹാൻഡ് ബാറെല്ലാം മാറ്റി ക്ലിപ്പ് ഓൺസ് കയറ്റണം. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്പ് ഓൺസ് കയറ്റാനടുത്ത് നമുക്ക് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ അടി തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ക്യാബ് മാറ്റി R15 എക്സ്റ്റൻഡർ ഉണ്ട്, നമ്മൾ സ്പേസർ ഉണ്ടാക്കി കണക്ക് ജിക്സറിന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി അത് CBRൻ്റെ ഹാൻഡിൽ മേടിച്ചു, ലൈത്തി കൊടുത്ത് അത് ഇതിൻ്റെ ഡയമീറ്ററിന് ബോർ ചെയ്തിട്ടുണ്ട്. ഇനി ഹാൻഡിൽ ക്രൗണുണ്ട്. അത് ഹോണ്ടയ്ക്ക് ബ്രിഡ്ജ് എന്ന് പറയും, യമഹയ്ക്ക് സുസുക്കിക്ക് ഒരു ക്രൗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനി കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ഓവറോൾ ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് പയ്യെ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് ഡിലേ ആയിട്ട് വെച്ചേക്കുന്നതാണ്. ഇതിന് കുറച്ച് ബാക്ക് MCയും പോയി ചില്ലറ പണികളേ ഉള്ളൂ. ഇത് ABS മോട്ടർ കംപ്ലൈൻ്റ് ആയി റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു, വർക്ക് കഴിഞ്ഞു. ഈ ഡ്യൂക്ക് ഇതിൻ്റെ ത്രോട്ടൽ ബോഡി ചെറിയ പ്രശ്നമാണ്. അപ്പം ചെറിയൊരു മിസ്സിങ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പവർ വരും, ഇടയ്ക്കിടയ്ക്ക് പവർ പോവും. മിസ്സിങ് ഒന്നും പറയാൻ പറ്റില്ല, പഞ്ച് കുറവാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പം ത്രോട്ടൽ ബോഡിയുടെ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, ഇനി അത് കിട്ടിയില്ല ഇതുവരേക്കും. പിന്നെ ഈ RC ഒക്കെ ഒരു RCയുടെ സസ്പെൻഷനിൽ അല്ല, ഈ കാണുന്ന സ്കെൽട്ടനായിട്ട് വെച്ചേക്കുന്ന RCയുടെ സസ്പെൻഷനിൽ വരുന്നൊരു ബോൾട്ടുണ്ട് ചേസിൽ വരുന്നത്, അത് ഒടിഞ്ഞകത്തിരിക്കുക. അത് ഇളക്കണം. പിന്നെ ചില്ലറ പണികളുണ്ട്. മൊത്തം ഞാൻ നോക്കിയില്ല, വണ്ടി ഈ കണ്ടീഷനിൽ എനിക്ക് വേറൊരു സ്ഥലത്തുനിന്ന് ശരിയാകത്തോണ്ട് കൊണ്ട് തന്ന. പിന്നെ അല്ലാതെ എന്തൊക്കെ ഉണ്ടില്ല, അത് ഞാൻ ഫുള്ള് ചോദിച്ചില്ല. വർക്ക് ചെയ്യാൻ സമയത്തെല്ലാം നോക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് ആയിരിക്കുന്ന RC ഹെഡ് മൗത്ത്, എക്സോസിൻ്റെ മൗത്തുണ്ട്, അതവിടെ നിന്ന് കട്ടായി പോയി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരിടത്ത് വെൽഡ് ചെയ്ത് കുളമായി. അപ്പം ഫുൾ സിസ്റ്റം ബെൻഡ് എടുക്കാൻ നേരത്ത് നല്ല ഫണ്ടാവും. അപ്പം അതിലേത്തി കൊടുത്ത് വർക്ക് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനും കുറച്ച് വർക്കിന് പെൻഡിങ് കിടക്കുക. RCയുടെ സസ്പെൻഷൻ കണ്ട ഈ ഒരു തടിക്കട്ടയൊക്കെ വെച്ചാണ് കേട്ടോ അവർ കൊണ്ടുവന്നത്. കംപ്ലീറ്റ് കംപ്ലൈൻ്റ് ആയിപ്പോയി. അത് എന്താ പെട്ടെന്ന് അങ്ങനെ പോകാൻ കാരണം അറിയത്തില്ല. അത് മുമ്പ് അവർ ഇളക്കാനുണ്ട് നോക്കിയപ്പോൾ അത് ഒടിഞ്ഞു വന്നതാണ്. മിക്കവാറും ഓവർടൈറ്റ് അടിച്ചത് ക്രോസ് ത്രെഡ് ഉണ്ടെങ്കിലോ അങ്ങനെ വന്നേക്കാം. പിന്നെ പറയാൻ പറ്റില്ല. 2 എഞ്ചിന്, ഒന്ന് സ്പ്ലെൻഡറിൻ്റെ ഉണ്ട്, ഒന്ന് V3യുടെ ഉണ്ട്. V3യുടേത് ക്ലച്ച് കവറിൽ പറഞ്ഞ ഒരു ഓയിൽ സീലുണ്ട്, അത് മാറാത്തത് കൊണ്ടാണ് ഈ ഹെഡും എല്ലാം പോയത്. ഹെഡ് ഫുള്ള് പോയി. VVA റോക്രാം തൊട്ട് A to Z പോയി. ക്രാങ്ക് പോയി, എഞ്ചിൻ ഓയിൽ കറക്റ്റ് ഇല്ലാതെ ഓടി, മാഗ്നറ്റ് സൈഡ് കോയില്, മാഗ്നറ്റ് റോട്ടർ ക്രാങ്കിൽ ഓവർ ഹീറ്റായി സ്റ്റക്കായി പോയി. റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അടിച്ച് പൊട്ടിച്ചാണ് എടുത്തത്.
കേസിന് ഡാമേജ് ആവാതെ വരാമെന്നുണ്ട്. ക്രാങ്ക് ഉൾപ്പെടെ മാറേണ്ട അവസ്ഥ ഇപ്പോൾ. ഓൾമോസ്റ്റ് ഒരു 70% പാർട്സ് ഇപ്പോൾ ഈ ആ വണ്ടിയുടെ എഞ്ചിന് റീബിൽഡ് ചെയ്യേണ്ടി വരും. ഓൾമോസ്റ്റ് ഒരു 40-45 റേറ്റ് വരും സ്പെയർ മാത്രം.